ഹലോ കൂട്ടുകാരെ, ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴേ എന്നാൽ ഒന്ന് ചൂണ്ട ഇട്ട് മീൻ പിടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചതാ. ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പം അച്ചായൻ ചൂണ്ടയെല്ലാം ഇങ്ങനെ റെഡിയാക്കുവാണ്. ചൂണ്ടയില്ലായിരുന്നു, അപ്പോൾ നമ്മൾ പുതിയ ചൂണ്ടയെല്ലാം റെഡിയാക്കുക. ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. എങ്ങനെയാണ് മീൻ പിടിച്ചാൽ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പപ്പ ചൂണ്ട റെഡിയാക്കുന്നത് എങ്ങനെയാണ്, പപ്പ എനിക്കും പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവളവിടെ കുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി മീൻ പിടിക്കാൻ പോകുവാണ്. എൻ്റെ കസിനും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓപ്പറേറ്റർ പയ്യനുണ്ട്, കസിനുണ്ട്. അവനിങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുവാണ് കസിൻ. അങ്ങനെ ഞങ്ങൾ സ്പോട്ട് എത്താറായിട്ടോ. പശുവിനെ കണ്ടോ, പശുമ്പ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ എത്തിപ്പോയി. നിങ്ങൾ വിചാരിക്കുമ്പോൾ വലിയ പുഴയായിരിക്കും എന്തെങ്കിലും വിചാരിക്കുന്നേ അല്ല കേട്ടോ, കുഞ്ഞു പുഴയാണ്. പക്ഷേ ഇവിടെ ഒരുപാട് മീൻ കിട്ടും നമുക്ക്. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത സൈറ്റിലെ പയ്യന്മാരുടെ തോട്ടത്തിൻ്റെ അകത്ത് കൂടെ പോകാൻ പറ്റും. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് മീൻ പിടിക്കാൻ വേണ്ട സാധനമില്ല, സുനയില്ല. എന്താ നോക്കുമ്പോളേ തവളയോ ഇല്ലെങ്കിൽ മീനിന് ഇര വേണ്ടേ. അപ്പം നമ്മളിവിടെ കൂടുതലും തവളയൊക്കെ ഇട്ടാട്ടോ മീൻ പിടിക്കുന്നത്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് എന്നുള്ളത് പറയണേ. അങ്ങനെ തവളേനെ തപ്പി ഞങ്ങൾ ഇറങ്ങി. അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി. മക്കൾ കിട്ടുന്ന വെള്ളം അവസരങ്ങൾ മുതലാക്കുന്ന രീതി വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കാലിട്ട് നോക്ക് തവളേനെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആൾ കടന്ന് കളിക്കും അവിടെ. അങ്ങനെ അവളിവിടെ ഒരു തവളേനെ കണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയ അവസരം. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു പതുക്കെ ചാടിയില്ലെങ്കിൽ മോനെ പണി കിട്ടും. എനിക്ക് അവളൊരു കല്ലെടുത്ത് എറിയുകയും കൂടെ ചെയ്തിട്ടോ. അങ്ങനെ അവനതൊന്നും കേൾക്കാതെ. ഈ കളി ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? ഞങ്ങളുടെ അവിടെ ഇത് ഫേമസ് ആട്ടോ. കർണാടകയിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. അതേ രീതിയിൽ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേ രീതിയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് തവളേനൊന്നും കിട്ടില്ല. പിന്നെ ഇവിടെ പോയിട്ട് കോയിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് വന്നു. ഇവിടെ കോഴിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് മീനെ പിടിക്കുന്നത്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് അത് പറയാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്, എന്തിട്ടാണ് മീൻ പിടിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അയച്ചാൻ ആദ്യത്തെ ചൂണ്ട ഇറഞ്ഞിരിക്കുന്നു. മീൻ കിട്ടുവാണോ എന്തുവാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ മക്കൾ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് പപ്പേനെ ഫുൾ സപ്പോർട്ട് ചെയ്യുകയാണ്. മക്കൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നേരം പോക്കല്ലേ, ലൈക്ക് വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുന്ന സമയത്ത് നേരം പോക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ. കുറച്ച് ദിവസത്തെ മുന്നത്തെ വീഡിയോ ആണ്. നല്ല മഴ ഉണ്ടായിരുന്ന സമയത്ത്, പിള്ളേർക്ക് ലീവ് ഉണ്ടായിരുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ ചൂണ്ടയിട്ട് സന്ധ്യയാകുമ്പോൾ കണ്ടില്ലേ അവിടെ ഒരു പിക്കോക്ക്, ഒരുപാടുണ്ട് പിക്കോക്ക്. പക്ഷെ ഒരെണ്ണത്തിന് ഞങ്ങൾ കണ്ടു. ഞങ്ങളങ്ങനെ മീൻ പിടിക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടന് വന്ന് മീൻ പിടിക്കാൻ നിന്നട്ടോ. പക്ഷെ ചേട്ടൻ ചൂണ്ടയിട്ടതും മീൻ കിട്ടിയിരിക്കുന്നു, മുഷീനെ കിട്ടി. അപ്പം ഞങ്ങൾ ഇതിനെ മേടിച്ചിട്ട് എടുത്തിട്ട്, അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളിതിനെ എടുത്ത് വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.